നല്ല കിടിലം പടമാണ് ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ. കഴിഞ്ഞ പടം പോലെ തന്നെ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഭയങ്കര ലൗഡായിട്ടുള്ളൊരു മൂവിയാണത്. അധികം ചെവിക്കും കണ്ണിനൊക്കെ പ്രശ്നമുള്ളവർ ഈ സിനിമയ്ക്ക് കയറരുത്. കാരണം ലൗഡ് എന്ന് പറഞ്ഞാൽ സിനിമ ഫുള്ള് നിലവിളിയാണ്, അടിയോടടിയാണ്. സ്ക്രീൻ പ്ലേ ഒക്കെ വേറെ ലെവൽ, ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. കഴിഞ്ഞ സിനിമയേക്കാൾ കുറച്ചും കൂടി ഡയലോഗ്സ് ഒക്കെ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സിനിമയിൽ. ഫുൾ ഓൺ ഫുൾ ആക്ഷൻ, ഫുൾ ഓൺ ഫുൾ ഫൈറ്റ് സീക്വൻസ്. ദെൻ ഈ സിനിമയുടെ കഥ എന്താണ്, കഥാഗതി എന്താണ്, ഇതിൻ്റെ പോക്ക് എങ്ങനെയാണ്, മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് എങ്ങനെയാണെന്നൊക്കെ പക്ക അവർ ട്രെയിലറിലൂടെ ഫുള്ള് കാണിച്ചു തന്നു നമുക്ക്. ഇവിടെ അതിൻ്റെ മെയിൻ പോർഷൻസ് അടക്കം ട്രെയിലറിൽ കാണിച്ചു തന്നു. സോ അടുത്ത് എന്താ നടക്കാൻ പോകുന്നതൊക്കെ ഓൾറെഡി നമുക്ക് പ്രെഡിക്റ്റബിൾ ആണെങ്കിലും എല്ലാ സാധനവും നമ്മൾ ട്രെയിലറിൽ കണ്ടതാണെങ്കിലും സിനിമ കാണുമ്പോൾ അതൊക്കെ തന്നെ നമ്മൾ മറന്നു പോകും. ഫുൾ ഓൺ ഫുൾ നമ്മളെ പിടിച്ചിരുത്തി എൻഗേജ് എപ്പിച്ച് കാണിക്കുന്ന കിടിലും പടമാണ്. ആൻഡ് അവർ 2 മണിക്കൂറിന് താഴെയുള്ളതിൻ്റെ റൺ ടൈം. അവരുടെ റൺ ടൈമിൽ 1 മിനിറ്റ് പോലും വെറുതെ അനാവശ്യമായിട്ട് ചിലവാക്കാണ്ട് കഥയ്ക്ക് എന്താണ് ആവശ്യം, അവർ എൻ്റയർ ഫിലിമിൻ്റെ ഓവറോൾ ഔട്ട്പുട്ടിൽ എന്താണ് ആവശ്യം അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്. ചില സിനിമകളൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള ഫ്രാഞ്ചൈസി ബിൽഡിംഗ് മൂവീസിലൊക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ആ സിനിമയിൽ യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല, ഉപകാരം ഉണ്ടാവില്ല. ഇതിൽ അങ്ങനെയൊന്നുമല്ല. അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതിന് എൻക്രെഡിറ്റ് വേണ്ടിയിട്ടുള്ളതോ ഒന്നും വെക്കണില്ല. ഇതിന് എൻക്രെഡിറ്റ് ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ക്രെഡിറ്റ്സ് ഓടുമ്പോൾ തന്നെ ഞാൻ എനിക്ക് പോയി. കാരണം ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ബൈ വാച്ചിങ് ദാറ്റ് എൻറ്റയർ ഫിലിം. സോ ഇനി ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിലും അതിനുള്ള ഒന്നും തന്നെ സിനിമയിൽ അങ്ങനെ ടീസ് ചെയ്ത് പോയിട്ടൊന്നുമില്ല. സോ എന്താണ് സിനിമയിൽ നമുക്ക് ആവശ്യം അതിനുള്ള സ്ക്രീൻ പ്ലേ വെച്ച് മാത്രം കൊണ്ടുപോയി ഒരു സീൻ പോലെ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാതെ കിടിലിനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. പക്ഷേ ഈ സിനിമയ്ക്ക് നമ്മളൊക്കെ കയറുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ടൈറ്റൻസ് തമ്മിലുള്ള ആക്ഷൻ സീക്വൻസുകളും ഈ മോൺസ്റ്റർ ഫൈറ്റുകളൊക്കെ തന്നെ കാണാനാണ്. സോ അത് കംപ്ലീറ്റ്ലി അത് കാണാൻ വേണ്ടി കയറുന്നവരെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു മൂവി തന്നെയായിരിക്കും ഇത്. സോ ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ. 2 പേരുള്ള ഇൻട്രോ ഉണ്ട്. ഗോഡ്സില കോങ്ങിൻ്റെ ഒരു ഇൻട്രോ വെച്ച് തുടങ്ങുമ്പോൾ തന്നെ സിനിമയുടെ ആ ഒരു ഓവറോൾ നേച്ചർ നമുക്ക് കിട്ടും. ഞാൻ കണ്ടതൊരു കംപ്ലീറ്റ് ഒരു 90% ഫിൽഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിലായിരുന്നു ക്രൗഡ്. സോ ഒരു പക്ക തമിഴ് പടം കണ്ട ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ വിജയുടെ പടമോ രജനീകാന്തിൻ്റെ പടമൊക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു മാസ് മസാല കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ നമ്മൾ എങ്ങനെയാണ് കാണുക അതുപോലെ ലൗഡായിട്ട് നിലവിളിച്ച് അർമാദിച്ച് കാണാൻ പറ്റുന്നൊരു പടം. ആൻഡ് ഫാൻ ബേസ് ഉണ്ട് കോങ്ങിൻ്റെയും ഗോഡ്സിലെയും നമുക്കറിയാം. ഈക്വലി ബാലൻസ്ഡ് ആണ് സാധനം. കുറച്ചും കൂടി കൂടുതലായിട്ട് കോങ്ങിന് പറ്റുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്, മാസ് കാണിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ കംപ്ലീറ്റ്ലി ഒരു തറോ എൻ്റർടൈനർ. നമ്മളിപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ മറന്ന് ഫ്രീ മൈൻഡോടെ കയറി കണ്ട് അർമദിച്ച് കാണാൻ പറ്റുന്ന ഒരു കിഡിലൻ എൻ്റർടൈനറാണ്. ആദ്യത്തെ ഗോഡ്സില മൂവി, അതായത് ഈ ഗോഡ്സില എക്സ് കോങ് അല്ലെങ്കിൽ ഗോഡ്സില വേഴ്സസ് കോങ് എന്ന മൂവി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അതിനെക്കാട്ടിൽ ഒരുപാട് കൂടുതൽ ഇഷ്ടമാവെന്ന് പറയാം. ആൻഡ് കമ്പയർ ചെയ്ത് ഞാനൊന്നും പറയുന്നില്ല ഇപ്പോൾ അത് മികച്ചത് ഇത് മികച്ചതെന്നല്ല. രണ്ടും കിടിലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻപുട്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ ഹോളോവർത്തിനെ കുറിച്ചൊക്കെ ഓൾറെഡി അതിൽ കണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. സോ അത് കണ്ട് ശീലിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. സോ ഹോളോവർത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒന്നും സിനിമയിലേക്ക് പോകുന്നില്ല. സോ ഓൾറെഡി ഇത് ഹോളോവർത്താണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിൽ തന്നെ നമ്മൾ അറിയാത്ത അൺചാർട്ടഡ് ടെറിട്ടറീസിലേക്കാണ് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെയുള്ള കുറച്ച് ട്രൈബ്സും അവിടെയുള്ള കുറേ മിസ്റ്ററീസും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിലർ കണ്ടതാണെങ്കിലും വിഷ്വലി അത് കാണാൻ ഭയങ്കര രസമുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്രാൻഡ് എപ്പിക് സ്കെയിലിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഐ തിങ്ക് ഇത് ഐമാക്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ഗംഭീരമായിട്ടുണ്ടാവും. സോ ഇത് ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ഈ സിനിമകളൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഗോഡ്സില്ല അല്ലെങ്കിൽ മോൺസ്റ്റർ വേഴ്സിലെ സിനിമകളൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാക്കരുത്. അല്ലാത്തവർ നിങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സ് ആരാണെന്ന് അറിയാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂവി കാറ്റഗറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കയറുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര മൈൽഡായിട്ടുള്ള ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് പക്ഷേ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടമാവില്ല. ഇത് എൻ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭയങ്കര ലൗഡായിട്ടുള്ള മൂവിയാണ്. സോ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. 3D തുടക്കത്തിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് 3D വലിയ എഫക്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ 2Dയിൽ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഫോർ ദാറ്റ് എക്സ്പീരിയൻസ് അവർ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതും പക്ക പറ്റുകയാണെങ്കിൽ ഒരു ക്രൗഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിൽ കയറി എൻജോയ് ചെയ്ത് കാണാം. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. സോ ഞാൻ അടുത്ത പാട്ട് ഇതൊരു ട്രിലോളജി ആക്കിയിട്ട് അടുത്ത പാട്ടൊക്കെ വരാനിരിക്കുന്നുണ്ട്. സോ അടുത്തതിലൊക്കെ കുറച്ചും കൂടി ഹ്യൂമൻസിനെ കുറച്ച് കംപ്ലീറ്റ്ലി മോൺസ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും കംപ്ലീറ്റ്ലി മോൺസ്റ്റേഴ്സ് വെച്ചിട്ടുള്ള സിനിമ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ടീസ് ചെയ്യാൻ കൂടി ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സിനിമയിൽ ഡയലോഗ്സ് ഇല്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ മോൺസ്റ്റേഴ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അടിയിൽ സബ് ടൈറ്റിലായിട്ട് എഴുതി കാണിക്കുന്നില്ല, പക്ഷേ എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. സോ ഇത് പക്ഷേ ഈ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ സിനിമകൾ വരുമ്പോൾ ഹ്യൂമൻസേ വേണ്ട ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഒരു 2 മണിക്കൂർ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ
ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത മോൺസ്റ്റർ വേഴ്സ് സിനിമയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. എനിക്ക് ഒരു വട്ടം കൂടി കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. തീർച്ചയായിട്ടും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക. ഞാനിത് കൂടുതലും തിയേറ്ററിൽ തന്നെ കാണണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന മൂവിയാണ്. ഇത് ചിലപ്പോൾ മൊബൈൽ സ്ക്രീനിലോ ടി വിയിലോ ലാപ്പിലൊക്കെ കണ്ടോ പക്ഷേ ഈ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ടാവില്ല. ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പോവുക ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.